അസ്സലാമലൈക്കും, നമസ്കാരം. ഉസ്മാൻ KC വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ജിദ്ദയിൽ നമ്മളെ ഹറാജിലേക്ക് പോകട്ടെ, അതായത് സൂഖ് സവാരിയിലേക്ക് പോകണം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അതായത് കുറച്ച് സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സാധനം വാങ്ങാൻ വേണ്ടി പോകട്ടെ, പാത്രങ്ങൾ അങ്ങനെ ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണത് ഹറാജ്, അതായത് വണ്ടികളുടെ ഹരാജ്, വണ്ടി ഹരാജ് പറയാം. വണ്ടി ഹരാജ് വണ്ടികളൊക്കെ വിളിക്കപ്പെടുന്ന അതിൻ്റെ അടുത്തിലൂടെ നമ്മൾ പോകണം കേട്ടോ. അങ്ങനെ അടുത്തിലൂടെ പോയിട്ട് നമ്മുടെ ഇവിടെ ജിദ്ദയിൽ ഫേമസ് ആയ സാഗർ ഹോട്ടൽ, അതിൻ്റെ അടുത്തിലൂടെ പോയിട്ട് വേണം നമ്മൾ സൂഖ് സവാരിയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഏകദേശം പോയിക്കൊണ്ട് നമ്മൾ ഏകദേശം സൂഖ് സവാരി ഏകദേശം എത്താനായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇവിടെ നമ്മൾ സാഗർ ഹോട്ടലിൻ്റെ അടുത്തുകൂടി നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വണ്ടികളൊക്കെ വിളിക്കപ്പെടുന്ന വണ്ടി ഹരാജ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇടത്ത് സൈഡിൽ തിരിഞ്ഞു പോയാൽ വണ്ടികളും വർക്ക്ഷോപ്പുകളൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. നമ്മൾ വരത്തോട് ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹോട്ടൽ സാഗർ, അതിൻ്റെ അടുത്ത് മുമ്പ് ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മളെ അറിയപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, അതിൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്തുകൂടി നമ്മൾ സീനറി കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂഖ് സവാരിയിലേക്ക് പോകുന്നത് കേട്ടോ. ആ ട്രെയിലർ, ആ ബസ് വരുന്നത് അവിടുന്ന്, ആ വണ്ടികൾ വിൽപ്പക്കപ്പെടുന്ന അവിടുന്ന് ആ ഭാഗത്തു നിന്നാണ് ആ വണ്ടികൾ, ആ ബസ് വരുന്നത് കേട്ടോ. ഈ വണ്ടികളൊക്കെ വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. നമ്മളിങ്ങനെ പോകും. അപ്പുറത്ത് നമ്മൾ ആളുകളെ ഷോപ്പുകളൊക്കെ ഉണ്ടതിനൊക്കെ പൂട്ടിപ്പോയി. ഇതിപ്പോൾ നമ്മൾ നേരെ വണ്ടി ഹരാജ് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടൽ സാഗറിൻ്റെ അടുത്തിലൂടെ നമ്മൾ നേരെ സീനിയറിൽ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വീണ്ടും മറക്കേണ്ട, വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളി. അതിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇതിൽ വരാച്ചിട്ടാണ്. നമ്മളെ പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല. ആ നേരെ ഓപ്പോസിറ്റ് വണ്ടി ചെന്നില്ല, നേരെ ഓപ്പോസിറ്റാണ് പരിവാർ ഹോട്ടൽ, അതിൻ്റെ അപ്പുറത്താണ് സാഗർ ഹോട്ടൽ. ഇനി നേരെ നമ്മൾ പോകുന്നത് സീനിയറിലേക്ക് കേട്ടോ. സീനിലേക്കാണ് നമ്മൾ പോണത്. ഇത് സീനിയറിൽ നിന്നു ഇപ്പോൾ റെഡിലാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ നിർത്തി ഇനി ഗ്രീൻ എത്തിയതിന് ശേഷമാണ് നമുക്ക് നേരെ സൂഖ് സവാരിയിലേക്ക് പോകാൻ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ, കമ്പനിയിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് വാങ്ങാൻ വേണ്ടി നമ്മൾ സുഹൃത്തും നമ്മളെ ഒന്ന് രണ്ട് ആൾക്കാരും കൂടി നമ്മളിങ്ങനെ പോകും കേട്ടോ. അപ്പോൾ പോണ കാഴ്ചകൾ കാണിച്ചാൽ ആരും ബോറടിപ്പിക്കണില്ല കേട്ടോ. നമ്മൾ ദവർ നുജൂമൊക്കെ അതിൻ്റെ അടുത്തൂടെ പോകട്ടെ. ദവർ നുജൂം എന്ന് പറയും, മസ്തോദകളൊക്കെ ഉള്ള ഏരിയ ഉണ്ട്, മഹജർ അതിൻ്റെ അടുത്താണിത്. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകൾ കേട്ടോ. അങ്ങനെ നമ്മൾ സൂഖ് സവാരി എത്തിട്ടോ. രാത്രികാല കാഴ്ചകൾ കേട്ടോ. വില തിരക്കിക്കാണ് വരട്ടെ. അങ്ങനെ A-Z, അതായത് ഹോട്ടല്, ബൂഫിയ, അങ്ങനത്തെ A-Z കടയിലേക്ക് എഴുതി പറ്റിയ സാധനങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ ഒരു വീട് കുടിരിക്കലാണെങ്കിൽ ശരി, ഇവിടെ ഓക്കെ. ഇവിടെ നമ്മളിപ്പോൾ പുതിയ താമസക്കാർ വരികയാണെങ്കിൽ തന്നെ എല്ലാത്തരം പാത്രങ്ങളും ചെമ്പുകളും കുക്കറി, മാഷാള്ള എല്ലാത്തരം ഐറ്റംസും ഇവിടെ കിട്ടണം. മാഷാള്ള ഇതൊരു ബംഗാളിൻ്റെ നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ ഈ ബംഗാളിൻ്റെ ഷോപ്പിലേക്ക് വന്ന് ഒരു മിതമായ റേറ്റ് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരുപാട് കടകൾ കയറിയിട്ടും തന്നെ ഇവനിട്ട് ഒരു പാകത്തെ ഒരു റേറ്റ് തന്നെ ഇവനാട്ടോ. നമ്മൾ പറഞ്ഞ റേറ്റിന് കിട്ടും. അതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. മാഷാള്ള ബംഗാളിലാണെങ്കിൽ നല്ല പാകത്തെ റേറ്റ് കിട്ടും. നമ്മൾ എത്ര റേറ്റ് ഇവൻ ആ റേറ്റിന് കിട്ടും. അത് നിങ്ങൾ ഈ വീഡിയോ സൗദി അറേബ്യ ജിദ്ദയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്ത് വെച്ചോളൂ ഈ വീഡിയോ. അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ ബൂഫിയ തുടങ്ങുന്നവർക്കും, അതായത് കഫ്തേരിയ തുടങ്ങിയവർക്കും, ഹോട്ടൽ തുടങ്ങിയവർക്കും പറ്റിയ സാധനങ്ങൾ ഇവിടെ കിട്ടും. നമ്മൾ പറഞ്ഞ റേറ്റിന് കിട്ടും. അതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ഞങ്ങളിവിടെ 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഷോപ്പിലേക്ക് വരുന്നത്. എല്ലാത്തരം ഐറ്റംസ്, പാത്രങ്ങൾ, മാഷാള്ള എല്ലാത്തരം പുതിയ സാധനം തന്നെ നല്ല റേറ്റ് കുറച്ച് കിട്ടും. നല്ല സാധനം കേട്ടോ. നല്ലൊരു പാകത്തെ റേറ്റിന് കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ. ഇത് ഫുള്ളിന് ഉണ്ടാക്കുന്നത് സ്റ്റൗ, വലിയ സ്റ്റൗ ഉണ്ടെങ്കിൽ വലിയ സ്റ്റൗ കാര്യങ്ങൾ, പാത്രങ്ങൾ, ചായപാത്രങ്ങൾ, എല്ലാത്തരം ഹോട്ടലുകൾക്ക് അറിയാം. ഈ ഫുള്ള് കടയ്ക്ക്, ഹോട്ടല്, ബൂഫിയ എന്നിവ ചായ കടയ്ക്കൊക്കെ പറ്റിയ സാധനങ്ങൾ മാഷാള്ള. അതായത് നല്ല റേറ്റ് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞ റേറ്റിനകത്ത് തന്നെ അതാ രസം. അതാണ് ഈ കടൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇത് സൂഖ് സവാരിയിലാണ്, ജിദ്ദയിൽ കേട്ടോ. A-Z സാധനങ്ങൾ ഇവിടെ കിട്ടും. ജിലേബി ചുടനിക്കുള്ള പാത്രം, ഈ കറുത്ത പാത്രം. ഇത് പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ. ഇത് പുറത്തുനിന്ന് അപ്പുറത്തുള്ളൊരു ഷോപ്പാണ് കണ്ടത്. ഇത് മദ്ഖാന, അതായത് പുകയൊക്കെ പോടുക, അതായത് നമ്മൾ വലിയ സ്റ്റൗ കത്തുമ്പോൾ പുക പോണിക്കുള്ളതാണ് സ്റ്റൗ. ഇത് ടേബിള് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇത് വലിയ അടുപ്പ്, ചെമ്പ്, പനകണ്ടങ്ങൾ, ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് പറ്റിയ ചെമ്പുകളാണ്. ഇത് ബൂഫിയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് മൈദ ഒക്കെ വിറ്റുന്ന മെഷീനാണിത്. മൈദ കേട്ടോ. മൈദൊക്കെ മിക്സ് ചെയ്ത് ഇതാക്കണ മെഷീനകത്ത് ആദ്യം കണ്ട മെഷീൻ. മാഷാള്ള എല്ലാതരം ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇത് ജിലേബി ഇടേണ്ട പാത്രമാണിത്. ഇത് മറ്റേത്
ഇതിൻ്റെ പേര് മറന്നു. ഇത് ബൂഫിയൊക്കെയുള്ള പാത്രങ്ങൾ, ഇത് പുതിയ പുതിയ ഐറ്റം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇത് ഇവിടെ വരുന്നവർ കഴിക്കുന്ന ഇഷ്ടപ്പെടില്ല. അത്രയും ഐറ്റം സാധനങ്ങളാണ്. നമ്മൾ നല്ല പാകത്തെ റേറ്റിനെ കിട്ടും. അതാണ് ഇവിടുത്തെ ഈ കടൻ്റെ മാത്രം പ്രത്യേകത കേട്ടോ. ഞങ്ങൾ പോയ കട ഞങ്ങൾ 2-3 പ്രാവശ്യം ഒരുപാട് കടയിൽ പോയിട്ടുണ്ട്. ആ കടയിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറഞ്ഞ് നമ്മൾ പറഞ്ഞ റേറ്റിന് കിട്ടുന്ന ഷോപ്പാണ് ഈ ഷോപ്പ്. അപ്പോൾ വീഡിയോ എൻ്റെ കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, മഅസ്സലാമ.